ഹംപിയിൽ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കൽ ശില്പങ്ങളായ ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിന്റെയും ബഡാവിലിംഗ ടെമ്പിളിന്റെയും കഥ നിങ്ങൾക്കറിയോ? ഹംപി സീരീസിലെ 6ാമത്തെ പാർട്ടാണത്. കൃഷ്ണ ടെമ്പിളും ബസാറും കണ്ടു കഴിഞ്ഞ് ഞാൻ നേരെ പോയത് തൊട്ടടുത്തുള്ള ലക്ഷ്മി നരസിംഹ ടെമ്പിളിലേക്കാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രൗഢിയും അതോടൊപ്പം തന്നെ അതിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള ഒരു ദുരന്തത്തിന്റെയും കഥയാണ് ഈ ക്ഷേത്രത്തിന് പറയാനുള്ളത്. ഹംപിയുടെ സുവർണ്ണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃഷ്ണദേവരായരുടെ കാലത്താണ് 22 അടിയോളം ഉയരമുള്ള ഹംപിയിലെ തന്നെ ഏറ്റവും വലിയ ഈ ഒറ്റക്കൽ നിർമ്മിതി ഇവിടെ പണിയെഴുപ്പിക്കുന്നത്. ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു കൂറ്റൻ പാറയിൽ നിന്നാണ് ഇത് കൊത്തിയെടുക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് ബഡാവിലിംഗ ടെമ്പിൾ ഉള്ളത്. ഏകദേശം 10 അടിയോളം ഉയരമുള്ള ഒറ്റ കല്ലിൽ തീർത്ത ശിവലിംഗമാണിത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ എപ്പോഴും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നതാണ്. ഇതിന്റെ നിർമ്മാണ സമയത്ത് തന്നെ തുംഗഭദ്ര നദിയിൽ നിന്നുള്ള ഒരു ജലപാത ഇത് പണികഴിപ്പിച്ച ശില്പികൾ ഇവിടത്തേക്ക് ജലം എത്തിക്കുന്നതിനായിട്ട് പണി തീർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ശിവലിംഗത്തിന്റെ അടിഭാഗം എപ്പോഴും 2-3 അടി വെള്ളത്തിലായിരിക്കും ഉണ്ടാവുക. 1565 യുദ്ധത്തിൽ ഈ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയെല്ലാം തകർന്നിരുന്നെങ്കിലും ശിവലിംഗം മാത്രം വലിയ കേടുപാടുകളൊന്നും കൂടാതെ ഇന്നും നിലനിൽക്കുന്നു. ബാക്കി കഥ അടുത്ത പാട്ടിൽ പറയാം.